ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. ആദ്യമേ തന്നെ നമ്മൾ ബാത്റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കണം ഏതാണ് ഹാഫ് പെഡസ്റ്റൽ വേണോ അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് വേണോ എന്ന് കറക്റ്റായിട്ട് തീരുമാനിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പൈപ്പ് കാര്യങ്ങളെല്ലാം തന്നെ കൊണ്ടുവരാനുള്ളതാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് ഏത് വാഷ് ബേസിനാണെന്ന് തീരുമാനിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സാധാരണ വാഷ് ബേസിനെ അപേക്ഷിച്ച് ഏകദേശം കുറച്ചുകൂടി ലെങ്തി കൂടുതലാണ് ഈ വാഷ് ബേസിൻ, ഈ ടൈപ്പ്, അതായത് ടേബിൾ ടോപ്പ് വാഷ് ബേസിന് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് തീരുമാനിച്ചതിന് ശേഷം ഇതിൻ്റെ സെൻട്രൽ അളവ് ഏകദേശം ഒരു 2 അടി മാറ്റിയിടുന്നതാണ് നല്ലത്. അത്യാവശ്യം ബാത്റൂം വലുപ്പമുള്ള ബാത്റൂം ആണെങ്കിൽ 2 അടി അല്ലെങ്കിൽ ഒരു 45 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 45 സെൻറ്റിമീറ്ററിനും 60 സെൻറ്റിമീറ്റർ, 2 അടി എന്ന് ഉദ്ദേശിച്ച് 60 സെൻറ്റിമീറ്റർ, 45 സെൻറ്റിമീറ്ററിനും 60 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പിലാണ് നമ്മളിത് ഇതിൻ്റെ സെൻറ്റർ സെറ്റ് ചെയ്യുന്നത്. സെൻറ്റർ സെറ്റിൽ അതിൻ്റെ വേസ്റ്റ് ലൈൻ, അതുപോലെ തന്നെ അതിൻ്റെ പ്ലംബിംഗ് ലൈൻ വരുന്നത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതിൽ നിന്നും ടേബിൾ ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നും നോക്കണമെന്നില്ല, ഒരേപോലെ തന്നെ ലെങ്ത്ത് വെച്ചാലും മതി, പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പിന്നെ നമ്മൾ ടേബിൾ ടോപ്പ് വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ടേബിൾ ടോപ്പ് വെക്കുന്ന സമയത്ത് ഒരിക്കലും പ്ലംബിംഗ് ലൈനിൽ ഫിഷർ ചെയ്യാതെ കറക്റ്റായിട്ട് നോക്കണം. കാരണം ഈ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ടേബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ താഴെ മുട്ടാതെ ഇരിക്കുന്ന ടൈപ്പാണ് ടേബിൾ. ഇപ്പോൾ ഈ ടേബിൾ റെഡിമെയ്ഡായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും ഫിഷർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൈപ്പ് ലൈനിൽ കയറാത്ത രീതിയിൽ വേണം നമ്മൾ ആ പൈപ്പ് ലൈൻ കൊണ്ടുപോകാനായിട്ട്. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് ഒരടി പൊക്കി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഏരിയ വരുന്ന രീതിയിൽ മാത്രം പൊക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഫിഷറിങ് കാര്യങ്ങളൊന്നും കറക്റ്റ് കൊള്ളാത്ത രീതിയിൽ ചെയ്യാൻ സാധിക്കും. കണ്ടോ, അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ പൈപ്പ് ലൈൻ വന്നിരിക്കുന്നത് താഴെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ വേസ്റ്റ് ലൈൻ വന്നിരിക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആംഗിൾ കോക്കും അതുപോലെ തന്നെ വേസ്റ്റ് ലൈനും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ഇത് റെഡിമെയ്ഡാണ് വന്നിരിക്കുന്നത്, സ്ക്വയർ ടൈപ്പാണ് വന്നിരിക്കുന്നത്, സ്ക്വയർ ടൈപ്പ്. ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭിത്തിയിൽ നിന്നും 40 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 60 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ വയ്ക്കുക. പിന്നെ ഫിനിഷിംഗ് ലെവൽ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ 34 ഇഞ്ചാണ് ഒരു വാഷ് ബേസിൻ്റെ ടോപ്പ് ഹൈറ്റ് വരുന്നത്. 34 ഇഞ്ച് ഫിനിഷിംഗ് ലെവൽ വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അതിനുശേഷം പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിറർ ലാമ്പ് ഇതുപോലെ തന്നെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ 45 സെൻറ്റിമീറ്ററിൻ്റെ ഭിത്തിയിൽ നിന്ന് 40 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 60 സെൻറ്റിമീറ്ററോ ഏതാണോ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ആ ടാപ്പിന് സെൻറ്ററായിട്ട് കറക്റ്റ് വരുന്ന രീതിയിൽ പോയിൻ്റ് കൊടുക്കുക. പിന്നെ വരുന്ന രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 കാര്യങ്ങൾ തീരുമാനിക്കണം. ഒന്ന് ചൂടുവെള്ളം വേണം, പച്ചവെള്ളം വേണം, ഏതാണ് തീരുമാനിക്കുന്നത്. ഇതിപ്പോൾ പച്ചവെള്ളം മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കണം ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് വരണമെങ്കിൽ 2 രീതിയിൽ ചൂടുവെള്ളത്തിൻ്റെയും തണുത്ത വെള്ളത്തിൻ്റെയും ടാപ്പ് നമ്മളിവിടെ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ അതുകൂടി തീരുമാനിച്ചിട്ട് വേണം നമ്മൾ ഏത് വാഷ് ബേസിനാണോ തീരുമാനിച്ചിട്ട് വേണം നമ്മൾ പ്ലംബിംഗ് ലൈൻ ചെയ്യാനായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.